ഹായ് അസ്സലാമലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതിൻ്റെ കൂടെ ചെറിയൊരു വിളവെടുപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ഓരോരോ അല്ലികളായിട്ട് അടർത്തിയെടുത്ത് മണ്ണിൽ നട്ടാലും അത് കിളിർത്ത് വരും, മുളച്ച് വരും കേട്ടോ. പക്ഷെ അത് മുള വരാനായിട്ട് ടൈം എടുക്കും. ഒരു 15 ദിവസമെങ്കിലും ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി നട്ടുപിടിപ്പിക്കുമ്പോൾ മുളപ്പിച്ചതിന് ശേഷം നടുന്നതായിരിക്കും വളരെ നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുക്കുക. അതായത് ഈ ഉള്ളിയുടെ താഴ്ഭാഗം വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന രൂപത്തിൽ വായുവട്ടം കുറഞ്ഞ ബോട്ടിലായിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ കട്ടിയുള്ള തൊലി ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ അതിൻ്റെ വേര് അടിഭാഗം മുട്ടി നിൽക്കുന്ന രീതിയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളി ചീഞ്ഞു പോവും, ഉള്ളിയിൽ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോ ചാക്കിലോ ചെറിയ പാത്രത്തിലെടുത്താലും മതി, ചെറിയൊരു കവറിലോ എന്തിലെങ്കിലും ഇതുപോലെ പോട്ടിംഗ് മിക്സ് എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് മണ്ണോ എടുത്തിട്ട് ഇതുപോലെ ഉള്ളി അതിൽ ഇറക്കി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മുള വരാൻ വേണ്ടി വെച്ച വെളുത്തുള്ളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ച വെളുത്തുള്ളിയാണ്. കണ്ടോ, ഇത് നന്നായിട്ട് തന്നെ മുള വന്നിട്ടുണ്ട്. മുള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അല്ലികളൊക്കെ വേറിട്ടിങ്ങനെ വരാൻ തുടങ്ങും. ഇത് കണ്ടില്ലേ, ഇഷ്ടംപോലെ വേരുകളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് ഇതിൽ നിന്നും അടർത്തിയെടുക്കണം. എന്നിട്ട് മണ്ണിൽ നട്ടു വെക്കാം. അപ്പോൾ അതിനുള്ള മണ്ണ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ വെളുത്തുള്ളിയെല്ലാം ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. നടാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചാക്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗം കെട്ടിയിട്ട് ഇതുപോലെ പുറം മറിച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കരിയിലൊക്കെ ഇട്ട് ഒരു 1/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പോട്ടിംഗ് മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയില കമ്പോസ്റ്റും കിച്ചൺ കമ്പോസ്റ്റും ചാര കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്ത ഒരു നല്ലൊരു കമ്പോസ്റ്റ് വളമാണ് കേട്ടോ. ഇനി ഇതുപോലെ ഇട്ട് നമുക്ക് ചാക്കിനെ നല്ല നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് എല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടർത്തിയെടുത്ത വെളുത്തുള്ളിയുടെ അല്ലികൾ ഇതിലേക്ക് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കൈ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കുഴി എടുക്കാം. പിന്നെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ എടുത്ത് നടാൻ ശ്രദ്ധിക്കുക. ചിലത് വണ്ണമില്ലാത്തതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നട്ടു കൊടുക്കാം. പിന്നെ മണ്ണെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം, നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഈ ഉള്ളിയെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയുടെ ഓരോ അല്ലികളായിട്ട് അടർത്തി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വിളവെടുക്കാൻ 6 മാസം മുതൽ 9 മാസം വരെ ടൈം എടുക്കും. അപ്പോൾ ഓരോ തവണ വളമിടുമ്പോഴും അതുപോലെ തന്നെ വിളവെടുക്കുമ്പോഴും ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു വിളവെടുപ്പ് നടത്താം. ഇത് കണ്ടോ, ഇത് എൻ്റെ കിഴങ്ങാണ് കേട്ടോ. പറിക്കാൻ ടൈമൊന്നും ആയിട്ടില്ല, 2 മാസം ആയിട്ടുള്ളൂ. ഇനി 1 മാസം കൂടെ ടൈമുണ്ട് കണക്കിന്. കാരണം അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഇതിങ്ങനെ തോണ്ടി നോക്കും. അപ്പോൾ ഇത് തോണ്ടി നോക്കുമ്പോൾ എവിടെ ഒന്ന് ചെറുതായിട്ട് ചീഞ്ഞ പോലെ തോന്നി. ഇതിവിടെ വെയിൽ കുറവായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, വെള്ളം കൂടുതലായിപ്പോയോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ശരി ഇനിയിപ്പോൾ അത് മറ്റതിലൊക്കെ സ്പ്രെഡാവും വിചാരിച്ചിട്ട് ഇതുപോലെ പറിച്ചെടുക്കാം വിചാരിച്ച് അങ്ങനെ പറിച്ചതാണ്. ഇനി മൂപ്പായിട്ടില്ല, വലുതാവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാ കണ്ടില്ലേ, കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല
ഒരു മീഡിയം വലിപ്പമൊക്കെ ആയിട്ട് ചെറുതുണ്ട് അതിൽ കണ്ടില്ല, മണി പോലെ കിടക്കണൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മണ്ണ് കണ്ടില്ലേ, നല്ല ഇളക്കമുള്ളൊരു മണ്ണാണ്. ഉറച്ച മണ്ണിൽ കിഴങ്ങുണ്ടാവില്ല. അപ്പോൾ ഞാനതൊന്ന് പറിക്കാൻ വിചാരിച്ചു. കണ്ടോ, ഞങ്ങൾ പറിച്ച് കുഴപ്പമില്ല, അത്യാവശ്യം കിഴങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് അടിയിക്ക് ഒരുപാട് അടിയിക്കൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം മേലെ തന്നെയാണ് ഈ കിഴങ്ങുകളൊക്കെ ഉണ്ടാവുക. നല്ല അടിയിൽ പോവില്ല. കൈ വെച്ച് മാന്തിയ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് പോവും ഒരുപാട് അടിയിൽ മാന്തുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, കണ്ടില്ലേ എത്ര കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2, 4 ഒരു 10, 15 കിഴങ്ങോളം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ഒരേ ഒരു കിഴങ്ങ് നട്ടിട്ടാണ് ഇത്രയും വിളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നടാറുണ്ട് കേട്ടോ. ഞാൻ കിഴങ്ങ് വാങ്ങാറില്ല കടയിൽ നിന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്. ഇത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വിളവെടുക്കാം. ഇത് പിന്നെ എൻ്റെ തക്കാളി ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇനി ഈ ചെടി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ അതിൽ 2-3 തക്കാളി ഉണ്ട്, അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം. ഇനി ഇപ്പോൾ കണ്ടോ, പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ മൾബറി മരമാണ് കേട്ടോ. ഇഷ്ടംപോലെ കായ്കളുണ്ടായിട്ടുണ്ട്. ഇത് പഴുക്കാൻ തുടങ്ങിയാൽ നമ്മൾ പറിച്ചാൽ തീരില്ല, എല്ലാം താഴെ കൂടെ വീണ് കിടക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, ജ്യൂസൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാവും. മുന്തിരി ജ്യൂസ് പോലെ ഉണ്ടാവും കേട്ടോ ഇത് ജ്യൂസ് അടിച്ചാൽ. പക്ഷെ പറിച്ചെടുക്കാനാണ് പാട്. നമ്മൾ പറിച്ചാൽ അത് ആയി കിട്ടില്ല ജ്യൂസ് അടിക്കണമെങ്കിലൊന്നും. ഇതുപോലെ ഇങ്ങനെ പറിക്കും. കണ്ടില്ലേ, ഇതിൻ്റെ കളറ് നല്ലൊരു ഡാർക്ക് മുന്തിരിൻ്റെയൊക്കെ കളറ് കണ്ടില്ലേ, ബ്ലഡ് പോലെ നല്ല കളറാണ്. നെക്കി നോക്കിയാൽ നല്ല മെറൂൺ കളർ. അപ്പോൾ ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ. പിന്നെ ഇത് കണ്ടോ, കാപ്പി പൂത്ത് നിൽക്കണ്. നല്ല ഒരു മണമാണ് ഇട്ടത്, മുല്ലപ്പൂവിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല സ്മെല്ലാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇപ്പം ഇത് പൂക്കുന്ന ഒരു സമയമാണ്. അപ്പം കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.